2021 പരസ്യമായി പ്രഖ്യാപിച്ചു ഞങ്ങൾ ഈ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന്. അത് നേമം നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തു. അങ്ങനെയാണ് സഖാവ് ശിവൻകുട്ടി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഈ 5 വർഷം ഒരു ഘട്ടത്തിലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക്. എല്ലാ ഘട്ടത്തിലും കൂടുതൽ അഭിമാനബോധം ഉണ്ടായിട്ടേ ഉള്ളൂ. പലതരത്തിലുള്ള മാരീചവേഷം കെട്ടിക്കൊണ്ടാണ് വരിക. ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ആ മാരീചവേഷത്തിൽ പല വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞു എന്ന് വരും. അതിലും വിശ്വസിച്ചു പോകരുത്. നമ്മുടെ അനുഭവം അതായിരിക്കണം നമ്മുടെ ഗുരു. നമ്മുടെ അനുഭവം നമുക്കുണ്ട്. ആ അനുഭവം നമ്മളെ ചതിക്കില്ല. ഇതേവരെ നാടിൻ്റെ കൂടെ LDF ഉണ്ടായിട്ടുണ്ട്. ഇതാണ് കേരളം, ഇതാണ് നമ്മുടെ നാട്. ഈ നാട് ഇതേ രീതിയിൽ നിലനിൽക്കണ്ടേ? ആ നിലനിൽക്കുന്നതിന് ആപത്ത് വരുത്തുന്ന ഒരു വിഭാഗത്തെയും പ്രോത്സാഹിപ്പിച്ചുകൂടാ. ആ ധാരണ നമുക്ക് നല്ല നിലക്കുണ്ടാവണം. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനങ്ങൾ വൻ പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. വലിയ അഭിമാനബോധത്തോടെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയാണ്. അതിന് കാരണം 10 വർഷം മുൻപ് കേരളം വല്ലാതെ തകർന്നു പോകുമോ എന്ന ആശങ്കയായിരുന്നു എല്ലാവർക്കും. നല്ലൊരു നാട്, പേരും പെരുമയും സമ്പാദിച്ച നാട് ഈ ഗതികേടിലായല്ലോ എന്ന മനോവേദന 10 വർഷം മുൻപ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കെടുകാര്യസ്ഥയുടെ പാരമ്യത, ഭരണരംഗത്ത് ഏറ്റവും കുത്തഴിഞ്ഞ നില, എന്താണോ നാടിന് വേണ്ടത് അതൊന്നും കേരളത്തിലുണ്ടാവില്ല എന്ന ദുരവസ്ഥ, ഇതെല്ലാം കടുത്ത നിരാശ, മനമെടുപ്പ് നമ്മുടെ ബഹുജനങ്ങൾക്ക് പൊതുവിലുണ്ടാക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് മോചനമായി. ജനങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു ആ മോചനം. 2016 LDF അധികാരത്തിലേറിയതോടെ വലിയ മാറ്റം എല്ലാ കാര്യങ്ങളിലും സംഭവിച്ചു. നേരത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണ കാര്യങ്ങൾ അങ്ങേയറ്റം കുത്തഴിഞ്ഞ രീതിയിലായിരുന്നു. ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ സ്വാദ് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തിനും അഴിമതി വ്യാപകമാവുകയായിരുന്നു. എല്ലാ തലങ്ങളിലും അഴിമതി. ഒരു ഭരണത്തിനാവശ്യമായ സുതാര്യതയും കാര്യക്ഷമതയില്ലായ്മയും, അങ്ങേയറ്റം സങ്കുചിത മനോഭാവത്തോടെ കാര്യങ്ങൾ നീക്കുന്ന അവസ്ഥ. ഇതിനെല്ലാമാണ് മാറ്റം വന്നത്. ഇവിടെ ഭരണ നടപടികൾ ഇനി ഒരു കാലത്തും സുതാര്യമാകില്ല എന്ന് കരുതിയവർക്ക് അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. നമ്മുടെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മിക്കവാറും കാര്യങ്ങളെല്ലാം ഓൺലൈനിലായി. ഗവൺമെൻറ് നടപടികൾ, സർവീസുകൾ 900ഓളം ഓൺലൈനിലായി. നേരത്തെ അഴിമതി കൊടികുത്തിവാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന ഖ്യാതി കേരളത്തിന് നേടാനായി. ഇതെല്ലാം 2016 LDF അധികാരത്തിൽ വന്നതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. മാറ്റം ജനങ്ങളുടെ നിത്യജീവിതത്തിലുണ്ടായി. ഈ മാറ്റത്തിൻ്റെ ഭാഗമായുള്ള വികസനത്തിൻ്റെ സ്പർശമേൽക്കാത്ത ഏതെങ്കിലും ഒരു പ്രദേശമോ വികസനത്തിൻ്റെ സ്വാദറിയാത്ത ഏതെങ്കിലും ഒരു കുടുംബമോ നമ്മുടെ നാട്ടിലില്ല എന്ന അവസ്ഥ വന്നു. അതായിരുന്നു LDF നേരത്തെ പറഞ്ഞ സർവതലസ്പർശിയും സാമൂഹ്യ നിരധിഷ്ഠിതവുമായ വികസനം. എല്ലാവരും സന്തുഷ്ടരായി. നല്ല നിലക്ക് ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരിടം എന്ന നിലയ്ക്ക് കേരളം മാറി. നല്ല ഭദ്രത കുടുംബത്തിന് വന്നുയർന്നു, നാടിന് വന്നുയർന്നു. എവിടെയും ശാന്തിയും സമാധാനവും. നമ്മുടെ നാട് വർഗീയ കലാപമില്ലാത്ത, വർഗീയ സംഘർഷമില്ലാത്ത നാടായി മാറി. ഇതൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. സുരക്ഷിതമായി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഇടം എന്ന നിലയിലേക്ക് കേരളം മാറി. ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ സുരക്ഷിതമായ ഇടമാണ് കേരളമെന്ന് ചിന്തിക്കുന്നു എല്ലാ കാര്യത്തിലും. മാത്രമല്ല, നാടിൻ്റെ വികസനം, നാട് കാലത്തിനനുസരിച്ച് വികാസം പ്രാപിക്കണം. കാലം പുരോഗമിക്കുകയാണ്. ലോകത്ത് അതിനനുസൃതമായ ഒട്ടേറെ വികസനങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ നാടാണെങ്കിൽ ലോകവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നാടാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളി എത്തിപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായും നമ്മുടെ കുടുംബങ്ങൾക്ക് ബന്ധമുണ്ട്. അതിലൂടെ കേരളത്തിന് ബന്ധമുണ്ട്. അവിടങ്ങളിലെല്ലാം
വൻ വികസനമാണ് വരുന്നത്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള വികാസം. ഇവിടെയും അത് വേണം എന്നാണ് നേരത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത്. അതില്ലാതെ തകരുന്നത് കണ്ടപ്പോഴായിരുന്നു അവർ വേദനിച്ചത്. എന്നാൽ ഇപ്പോൾ അവരെല്ലാം അഭിമാനം കൊള്ളുന്നു. എൻ്റെ നാട് അവർ ജീവിക്കുന്ന നാടിനെ പോലെ തന്നെ ചിലപ്പോൾ അല്പം കൂട്ടി അതിനേക്കാളും മെച്ചപ്പെട്ട നാടായിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ വരുന്നു. ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബം കോട്ടയത്തുകാരാണ്, പാലക്കാടേക്ക് പോവുകയാണ്. കുറച്ച് നാൾ മുൻപുള്ളൊരു സംഭവമാണ്. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അവരുടെ മകൻ. ആ മകൻ നമ്മുടെ കുതിരാൻ തുരങ്കം കണ്ടപ്പോൾ ഇത് ന്യൂയോർക്കിനേക്കാളും മെച്ചപ്പെട്ടിരിക്കുകയാണല്ലോ അച്ഛ എന്ന് അച്ഛനോട് പറയുന്ന അവസ്ഥയാണ്. ഇതാണ് നാട്, നാടിൻ്റെ മാറ്റം. ആ തുരങ്കത്തിൽ നിന്ന് നമ്മളിപ്പോൾ വയനാട് തുരങ്കത്തിലേക്ക് പോവുകയാണ്. വയനാട് തുരങ്കം നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. വലിയ തോതിൽ നാട് വികസിക്കുന്നു. നമുക്ക് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നില പല കാര്യങ്ങളിലും സമ്പാദിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ് ഉണ്ടായത്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് ഉണ്ടായത്. എങ്ങനെ ആധുനിക വിജ്ഞാനം നാം സ്വായത്തമാക്കുന്നു, വികസിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ യുവജനങ്ങൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റമാണ് വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാവസായിക രംഗത്ത് വൻ മാറ്റം. നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ 1-ാം സ്ഥാനം. നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസം തകർന്നുവെന്ന് കണക്കാക്കിയതായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന രാജ്യത്തെ ഉയർന്ന നിലവാരമുള്ള പൊതുവിദ്യാഭ്യാസം നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിലേക്ക് നാം എത്തിയത്. അതിൻ്റെ ഭാഗമായുള്ള പുരസ്കാരങ്ങൾ നമ്മെ തേടിയെത്തുകയാണ്, കേരളത്തെ തേടിയെത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ 2016 അന്നത്തെ സർക്കാർ ആലോചിച്ചതാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം പൂർണ്ണമായി തകർന്നു പോവുകയാണല്ലോ എന്ന് വേദനിച്ചതാണ്. എന്നാൽ എത്ര വേഗം മാറ്റം വന്നു. 2016 സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ആശ്ചര്യകരമായ മാറ്റം. 5000 കോടി രൂപ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെലവിട്ടു. 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സുകളായി. സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു. ആധുനിക രീതികളിലേക്ക് സ്കൂളുകൾ സജ്ജമായി. ലാബറട്ടറിയും ലൈബ്രറിയും മറ്റു കാര്യങ്ങളും എല്ലാം സജ്ജമായി. നമ്മുടെ എവിടെയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന അക്കാദമിക് മികവ് നേടിയ വിദ്യാർത്ഥികളുമായി ഇടപിടിക്കാൻ പറ്റുന്ന അക്കാദമിക് ശേഷിയിലേക്ക് വളർന്നു. രാജ്യത്തെ ശ്രദ്ധിക്കപ്പെടുന്ന രംഗമായി പൊതുവിദ്യാഭ്യാസ മേഖല മാറി. ഇതല്ലേ വസ്തുത. ഇതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം, വലിയ മികവിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല കടന്നു. നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ, രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൊത്തമായിട്ടെടുത്താൽ ആദ്യത്തെ 100-ൽ ഒരു സ്ഥാപനവും കേരളത്തിൽ നിന്നില്ലായിരുന്നു. 2016 അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇപ്പോഴോ ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 2 കേരളത്തിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ് എടുത്താൽ അതിൽ 18 കേരളത്തിൽ നിന്നുള്ളതാണ്. ഇതാണ് മാറ്റം. ഇവിടെ നമ്മുടെ യുവാക്കൾ ആഗ്രഹിക്കുന്ന, യുവതി ആഗ്രഹിക്കുന്ന പൊതുവികാസമുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, അതോടൊപ്പം നല്ല നൈപുണ്യം എല്ലാം അവർക്കിവിടെ സജ്ജമാവുകയാണ്. അവർ നേടുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതക്കും ആർജിച്ച നൈപുണ്യത്തിനും അനുസരിച്ചുള്ള ജോലികൾ ഇവിടെ തയ്യാറാക്കുകയാണ്. നാടിൻ്റെ മാറ്റമല്ലേ ഇതൊക്കെ കാണിക്കുന്നത്? എത്ര വലിയ മാറ്റം! ഈ മാറ്റം LDF ആയതുകൊണ്ടല്ലേ ഉണ്ടായത്? ഇതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. 2016 LDF സർക്കാരിന് അധികാരത്തിലേറ്റിയവർ 2021 കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി. അതേവരെ നിലവിലുള്ള ഗവൺമെൻറ്, അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടലായിരുന്നു. എന്നാൽ
ജനങ്ങൾ തീരുമാനിച്ചു ഇവർ തുടരട്ടെ. ആര്? LDF. എന്തേ അങ്ങനെ തീരുമാനിക്കാൻ കാരണം? ജീവിതാനുഭവം, ജനങ്ങളുടെ ജീവിതാനുഭവം, നാടിൻ്റെ അനുഭവം, ഓരോ പ്രദേശത്തും വന്ന മാറ്റം, പുരോഗതി എല്ലാ മേഖലകൾക്കും. അപ്പോൾ LDFന് മാത്രമേ ഇതിന് തുടർച്ചയുണ്ടാക്കാനാവൂ. അവരുടെ അനുഭവം നേരത്തെ ഉണ്ടായ പുരോഗതിയിൽ നിന്ന് പുറകോട്ട് പോയി എന്നുള്ളതാണ്. LDF ഉണ്ടാക്കുന്ന പുരോഗതി UDF വന്നാൽ തകരെന്താണ് അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അത് വേണ്ട എന്നവർ തീരുമാനിച്ചു. അങ്ങനെയാണ് തുടർഭരണം LDFന് സമ്മാനിക്കുന്നത്. ആ തുടർഭരണം തീരുമാനിച്ചവർ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, അവർക്ക് ഈ 5 വർഷക്കാലം ഏതെങ്കിലും ഘട്ടത്തിൽ ഖേദിക്കേണ്ടി വന്നോ? തങ്ങളുടെ തീരുമാനം ശരിയായില്ലാലോ എന്നാലോചിക്കേണ്ടി വന്നോ? ഓരോ ഘട്ടത്തിലും അവർ കൂടുതൽ അഭിമാനപൂരിതരാകുകയായിരുന്നു. കാരണം ആ തരത്തിലുള്ള വിജയമാണ് ഓരോ മേഖലയിലും നമുക്ക് നേടാൻ കഴിഞ്ഞത്. അതിലേറ്റവും ഒടുവിലുള്ളതാണ് കഴിഞ്ഞ നവംബർ 1 പ്രഖ്യാപനം. കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്നുള്ളത്. നാം കാണേണ്ടത് ലോകത്ത് അപൂർവം രാജ്യങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിന് എങ്ങനെയാണിത് സാധ്യമായത് എന്നതാണ് ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയത്. ലോകത്തിൻ്റെ ആശ്ചര്യത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം നമ്മൾ ഇന്ത്യയിലാണ്. ഇന്ത്യയെക്കുറിച്ച് ലോകത്തിനറിയാം. ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അത്തരമൊരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തിന് എങ്ങനെ അതിദാരിദ്ര്യമുക്തമാകാനായി? അവിടെയാണ് LDFൻ്റെ പ്രത്യേകത. നമ്മുടെ രാജ്യത്ത് ദരിദ്രർ ഏറ്റവും കൂടുതലാകുന്നതിനും ദാരിദ്ര്യം വൻതോതിൽ വർദ്ധിക്കുന്നതിനും ഇടയാക്കിയ കാരണമെന്താണ്? രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ നയമാണ്. ഇപ്പോൾ BJP ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ആ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് ആഗോളവൽക്കരണ നയമാണ് നടപ്പാക്കുന്നത്. ആഗോളവൽക്കരണ നയത്തിൻ്റെ ഫലം എന്താ? എങ്ങനെയാണ് ആ നയം നടപ്പാക്കുന്നത്? ആ നയത്തിൽ ഒരു കൂട്ടർക്ക് മാത്രമേ പരിഗണനയുള്ളൂ. അത് കോർപ്പറേറ്റുകൾക്കാണ്. കോർപ്പറേറ്റുകൾക്ക് എല്ലാ സഹായവും പിന്തുണയുണ്ട്. സമ്പന്നർക്ക് അതിസമ്പന്നരാകാനുള്ള എല്ലാ അവസരവും ഒരുക്കും. എന്നാൽ അതേസമയം ജനങ്ങൾ, പാവപ്പെട്ടവർ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ, അവരെ കൂടുതൽ പാപ്പരീകരിക്കും. ജനങ്ങൾക്ക് നൽകി വരുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അതെല്ലാം ഓരോന്നോരോന്നായി വെട്ടിക്കുറക്കും. ഇതാണ് ഈ നയത്തിൻ്റെ പ്രത്യേകത. ഈ നയം ഇപ്പോൾ BJP അതിതീവ്രമായി നടപ്പാക്കുന്നു. എന്നാൽ അത് BJPയുടെ മാത്രം സ്വന്തമായൊരു നയമല്ല കേട്ടോ. ആ നയം രാജ്യത്ത് ആദ്യം കൊണ്ടുവന്നത് BJP അല്ല. ഈ നയം ആദ്യം കൊണ്ടുവന്നത് നരസിംഹറാവുവും കോൺഗ്രസുമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് നടപ്പാക്കിയത്. കോർപ്പറേറ്റുകൾക്കാണ് പിന്തുണ, ജനങ്ങൾക്ക് ഉപദ്രവമാണ്. ആ നയം ആദ്യം നടപ്പാക്കിയത് കോൺഗ്രസ്, ഇപ്പം തീവ്രമായി നടപ്പാക്കുന്നത് BJP. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ഇവർ ഒരേ നയമാണ്, ഒരേ നിലപാടാണ്. ആ ഒരേ നയത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്കെതിരാണ്, പാവപ്പെട്ടവർക്കെതിരാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുടെ രാജ്യമാക്കി മാറ്റാൻ കഴിഞ്ഞത്. ദരിദ്രരുടെ എണ്ണം കുറയല്ല, ദാരിദ്ര്യത്തിൻ്റെ മൂർച്ച കുറയുകയല്ല, നയമാണ് കാരണം. ഈ നയത്തിൽ അതിൻ്റെ വളരെ വലിയ കാഠിന്യം രാജ്യമൊട്ടാകെ അനുഭവിക്കുമ്പോഴും തെറ്റായിപ്പോയി എന്നൊരു തോന്നലുണ്ടോ? ഇപ്പോൾ BJP അത് തീവ്രമായി നടപ്പാക്കുമ്പോൾ ഞങ്ങളാണ് തുടങ്ങിയതെങ്കിലും തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസ്സിന് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കിയാൽ കാണാമല്ലോ, BJP കൊണ്ടുവരുന്ന ഇത്തരം നയത്തിൻ്റെ ഭാഗമായുള്ള ഓരോ നടപടികളെയും കോൺഗ്രസ് പിന്താങ്ങുകയല്ലേ? രണ്ടു കൂട്ടർക്കും ഒരേ നയമല്ലേ? അതാണ് നാം കാണേണ്ടത്. രണ്ടിനും ഒരേ നയം. എന്തുകൊണ്ടാണ് LDF വേറിട്ട് നിൽക്കുന്നത്? 2011-16 കാലം നമ്മുടെ നാട് വലിയ തകർച്ച എന്ന് പറഞ്ഞു. എന്താ തകരാൻ കാരണം? 2011-16 ഇവിടെ UDF കാലം. കേന്ദ്രത്തിൽ ആദ്യകാലം മൻമോഹൻ സിംഗിലും കോൺഗ്രസും, രണ്ടാം ഭാഗം നരേന്ദ്രമോദിയും BJP. ഈ 3 ഗവൺമെൻറ്റുകളും നയത്തിൽ വ്യത്യാസമില്ലല്ലോ. ഈ 3 ഗവൺമെൻറ്റുകളും ഒരേ നയമാണല്ലോ. അത് ജനങ്ങൾക്കെതിരായ നയമാണല്ലോ. അതിൻ്റെ ഭാഗമായാണല്ലോ നമ്മുടെ നാട് തകർന്നു പോയത്. LDF അക്ഷരങ്ങളുടെ വ്യത്യാസമല്ല, നയം. BJPയും കോൺഗ്രസും നടപ്പാക്കുന്ന ആഗോളവൽക്കരണ നയം LDFനില്ല. LDF അതിനെ അകറ്റി നിർത്തുന്നു.
LDF ജനപക്ഷത്താണ്, പാവപ്പെട്ടവരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് 64,006 കുടുംബം കേരളത്തിൽ അതിദരിദ്ര കുടുംബമാണ് എന്ന് കേട്ടപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടാ എന്നാലോചിക്കാനിടയായത്. അതാലോചിക്കാൻ LDFനെ കഴിയൂ. LDFനെ പാവങ്ങളോട് പ്രതിബദ്ധതയുള്ളൂ. ആ ആലോചന തുടങ്ങിയപ്പോഴാണ് ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചത്. ആ നടപടികളുടെ അവസാനം 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന പ്രഖ്യാപനം നടത്തിയത്. ഇതാണ് വ്യത്യാസം. ഇത് LDF അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളില്ലേ? ഏതെങ്കിലും സംസ്ഥാനം ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നമ്മുടെ സംസ്ഥാനം നല്ല വികസനമാണ് പൊതുവെ നേടിയിട്ടുള്ളത്. ഈ നേട്ടങ്ങളിൽ സാധാരണ പങ്കുവഹിക്കേണ്ടതാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്. ഏതെങ്കിലും പങ്കുവഹിച്ചോ? വികസന കാര്യങ്ങളുടെ അവിടെ നിൽക്കട്ടെ, ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നല്ലോ. 2018 മഹാപ്രളയം, 19 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന കോവിഡ് മഹാമാരി, ഇതിനെല്ലാം മുൻപ് ഓക്കി, നിപ്പ. ഒരു നാട് തകരാൻ വേറെന്തെങ്കിലും വേണോ? മഹാപ്രളയം നാടിനെ തകർത്തടിയുന്നു. കേരളം തകർന്നു പോകുന്നല്ലോ എന്ന് എല്ലാവരും ചിന്തിക്കുന്നു. നമുക്ക് സഹായം വേണമായിരുന്നു. സഹായിച്ചോ? കേന്ദ്ര ഗവൺമെൻറ്റിലെ സഹായിക്കേണ്ടത്. സഹായിക്കാൻ തയ്യാറായില്ല. നമ്മെ നെഞ്ചേറ്റിയ രാജ്യങ്ങളുണ്ട്. അവർ രാജ്യത്തെ അറിയിച്ചു, ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമാണ്. എന്താ കേന്ദ്രത്തിൻ്റെ മറുപടി? ഞങ്ങൾ സ്വീകരിക്കില്ല. എന്തൊരു ക്രൂരതയാണെന്ന് നോക്കണം. നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇരിക്കുന്ന ഘട്ടത്തിലാണ് വലിയൊരു ദുരന്തം വന്നത്. രാജ്യവും സഹായിച്ചു, രാജ്യത്ത് പുറത്തുള്ള രാജ്യങ്ങളും സഹായിച്ചു. എല്ലാ സഹായവും സ്വീകരിച്ചു. ആ സംസ്ഥാനത്തെ പുതുക്കിപ്പണിയാൻ അവിടുത്തെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രിയായി കസേരയിരിക്കുമ്പോഴാണ് കേരളത്തിന് ഇത്തരം ഒരു സഹായവും പറ്റില്ല എന്ന നിലപാടെടുത്തത്. ഇതല്ലേ വസ്തുത? ഇത് ഈ കാര്യത്തിൽ മാത്രമാണോ? ഒരു കാര്യത്തിലും സഹായം ഉണ്ടായില്ലല്ലോ. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സഹായിച്ചില്ലല്ലോ, സഹായിക്കാൻ തയ്യാറായില്ലല്ലോ. എല്ലാവരും പ്രതീക്ഷിച്ചല്ലോ സഹായിക്കുമെന്ന്. ഇതല്ലേ കേരളത്തിലുള്ള മനോഭാവം? ഇനി കേരളത്തിന് അർഹതപ്പെട്ട മറ്റ് വിഹിതങ്ങൾ, നമ്മുടെ നികുതി വിഹിതം, രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.5% നമ്മുടെ ജനസംഖ്യ. നമ്മുടെ നികുതി വിഹിതം 1.9, വലിയ കുറവ്. ജനസംഖ്യ ആനുപാതികമായ നികുതി വിഹിതം നൽകണ്ടേ? ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ആ കുറവുണ്ട്. നമുക്ക് നാടിൻ്റെ വികസനത്തിന് വേണ്ടി വായ്പയെടുക്കണം. സംസ്ഥാന ഗവൺമെൻറ് അധികാരമുള്ളതാണത്. പക്ഷേ കേന്ദ്രം ഇടപെടുന്നു, പരിധി നിശ്ചയിക്കുന്നു, ആ പരിധി വെട്ടിക്കുറക്കുന്നു. എന്തിനാണ് വായ്പ എടുക്കുന്നത്? വായ്പ എടുക്കുന്ന പണം നാടിൻ്റെ വികസന മൂലധന ചെലവിനാണ്. എത്ര? 90% കേരളത്തിൽ ചെലവഴിക്കുന്നത് നാടിൻ്റെ ഭാവി വികസന മൂലധനം എന്ന് പറഞ്ഞാൽ ഭാവി മെച്ചപ്പെടും, അതിലൂടെ വരുമാനം ഉണ്ടാവും. നിങ്ങളങ്ങനെ മെച്ചപ്പെടേണ്ട, നിങ്ങൾക്ക് അങ്ങനെ വികസനം വേണ്ട എന്ന സമീപനം കേന്ദ്രത്തിന്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? നമ്മൾ എന്തെങ്കിലും അയോഗ്യതയുള്ളവരാണോ? കേരളം രാജ്യത്തെ സംസ്ഥാനങ്ങളെടുത്താൽ അയോഗ്യതയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് യോഗ്യതകൾ എണ്ണി പറയാൻ പറ്റുന്ന ഒരു സംസ്ഥാനം. പക്ഷേ അർഹതപ്പെട്ടതില്ല. കാരണം രാഷ്ട്രീയം. കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത് BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSSും BJPയും രാജ്യത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കേരളം അവരെ സ്വീകരിക്കുന്നില്ല. എന്താ കേരളത്തിൻ്റെ പ്രത്യേകത? ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരന്മാരായി ജീവിക്കുന്നൊരു നാടാണിത്. മതനിരപേക്ഷതയുടെ വിളനിലമാണിത്. ഇവിടെ RSSനെയും BJPയും കേരളവും കേരളീയരും സ്വീകരിക്കില്ല. അത് വിരോധമായി മാറുന്നു, അത് പകയായി വിദ്വേഷമായി പടരുന്നു. അതിൻ്റെ ഭാഗമായി കേരളം തകരട്ടെ എന്ന സമീപനം സ്വീകരിക്കുന്നു. ഇത് BJPയുടെ സമീപനം. എന്താണ് കോൺഗ്രസിൻ്റെ സമീപനം? UDFൻ്റെ സമീപനം. കോൺഗ്രസ് UDF കേരളത്തിൽ 2016 വരെ ഇടവിട്ട് ഭരിച്ചവരാണല്ലോ. ഈ നാടിനെ തകർക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അരുത് എന്ന് പറയാൻ അവർ നിൽക്കണ്ടേ? ശബ്ദിച്ചോ അവർ?
പാർലമെൻറ്റിൽ നിലനിരയായിരിക്കുന്ന എം പിമാരിൽ ആരെങ്കിലും ഒരു UDF MP കേന്ദ്രത്തെ വിമർശിച്ചോ? നാക്കെടുത്താൽ കേരളത്തെയും കേരള ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തും. കേന്ദ്ര ഗവൺമെൻറ് ന്യായീകരിക്കാൻ ശ്രമം. ഇതല്ലേ ഉണ്ടായത്? എന്തുകൊണ്ടാണ് BJPയുടെ മനസ്സിൽ നേരിയ നീരസം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം കോൺഗ്രസിനും UDFനും വരാൻ കാരണം? ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനെതിരെ പ്രക്ഷോഭം നടത്താൻ ആലോചിച്ചു. ആ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെയും UDF നേതാക്കളെയും ബന്ധപ്പെട്ടു. ഇതൊരു പൊതു പ്രശ്നമാണല്ലോ, നമുക്ക് ഒന്നിച്ച് പ്രക്ഷോഭം നടത്തിക്കൂടെയെന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങളില്ല. എന്താണ് ഇത്? LDFൻ്റെ പ്രശ്നമല്ലല്ലോ, കേരളത്തിൻ്റെ പ്രശ്നമല്ലേ? എങ്ങനെയാണ് കേരളം തകരട്ടെ എന്ന BJP വിചാരത്തോടൊപ്പം കോൺഗ്രസിനും UDFനും ചേരാൻ പറ്റിയത്? ഇതല്ലേ നമ്മൾ കണ്ടത്? എന്നാൽ ഇവരെല്ലാം തകരണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ നാട് തകർന്നു പോയോ? നമ്മുടെ നാട് നടത്തിയ അതിജീവനം ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെ ഇത്ര മെച്ചപ്പെട്ട രീതിയിൽ അതിജീവനം നടത്താനായി എന്ന് നമുക്കതിൽ ആശ്ചര്യമില്ല. കാരണം നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും, അതാണ് അതിജീവനത്തിൻ്റെ അടിസ്ഥാനം. ആ ഒരുമയും ഐക്യവും ഒന്നും നമ്മുടെ മുന്നിൽ അസാധ്യമല്ല എന്ന് തെളിയിക്കുന്ന നിലയുണ്ടായി. അതല്ലേ വസ്തുത. ഇവിടെ നമ്മൾ ആലോചിക്കണം, 2016 BJP വല്ലാതെ അഹങ്കരിച്ചൊരു ഘട്ടം, അത് തങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാനായി എന്നതിലായിരുന്നു. ആ അക്കൗണ്ട് തുറക്കുന്ന അവസ്ഥ ഇവിടുന്നാണ് ഉണ്ടാക്കിയത്. അന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതുകൊണ്ട് വിശദമായി ഞാനിപ്പോൾ പോകുന്നില്ല. അവരുടെ ഇവിടുത്തെ വോട്ടിംഗ് നില നോക്കിയാൽ കോൺഗ്രസിൻ്റെ വോട്ട് പോയ വഴിയില്ല. കോൺഗ്രസ്സിന് വോട്ടില്ല. കോൺഗ്രസ് അടക്കമുള്ള മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. അതല്ലേ വസ്തുത. എന്തായിരുന്നു അതിൻ്റെ പിറകിൽ? വേറൊരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരണമായിരുന്നു മറ്റൊരിടത്ത് നിന്ന്. അതിനൊരു കൈ സഹായം ഇവിടുന്ന് ആർക്ക്? BJP അക്കൗണ്ട് തുറക്കുക, മറ്റിടത്ത് BJP സഹായിക്കുക. ഇതല്ലേ നടന്നത്? കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുടങ്ങാൻ സഹായിച്ചു കൊടുത്തവരല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ? കോൺഗ്രസ് നേതൃത്വമല്ലേ അതിന് കൂട്ടുന്നത്? ആലോചനയിൽ പങ്കെടുത്തവരല്ലേ? ഏതായാലും ഇവിടെ നേരത്തെ പറഞ്ഞു, 2021 പരസ്യമായി പ്രഖ്യാപിച്ചു ഞങ്ങൾ ഈ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന്. അത് നേമം നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തു. അങ്ങനെയാണ് സഖാവ് ശിവൻകുട്ടി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഈ 5 വർഷം ഒരു ഘട്ടത്തിലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക്. എല്ലാ ഘട്ടത്തിലും കൂടുതൽ അഭിമാനബോധം ഉണ്ടായിട്ടേ ഉള്ളൂ. നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്തിന് സംഘപരിവാർ ഉണ്ടാക്കുന്ന ദ്രോഹം എത്രത്തോളമാണ് എന്നതാണ്. നമ്മുടെ നാട് നേരത്തെ പറഞ്ഞതുപോലെ ശാന്തിയും സമാധാനവും വിളയാടുന്ന നാടാണ്. സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന നാടാണ്. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നവർക്ക് അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാം, അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധനാലയത്തിൽ പോകാം. ഒന്നിനും തടസ്സമില്ല. അതാണ് മതനിരപേക്ഷതയുടെ പ്രത്യേകത. എല്ലാവരെയും സഹോദരന്മാരായി കാണുന്നു. നല്ല സാഹോദര്യ ബന്ധം നിലനിൽക്കുന്നു. അതാണോ സംഘപരിവാറിൻ്റെ മുഖമുദ്ര? സംഘപരിവാർ കരുത്താർജിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. അടുക്കളയിൽ പാഞ്ഞു കയറുന്നു, ഭക്ഷണം എന്താണെന്ന് പരിശോധിക്കുന്നു. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണം പാചകം ചെയ്തവരെയും അത് കഴിക്കുന്നവരെയും ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു. തങ്ങൾ കാണുന്നവർ തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വസ്ത്രമേ ധരിക്കാവൂ എന്ന് നിർബന്ധിക്കുന്നു. അതിൻ്റെ മേലെ ആക്രമണം നടക്കുന്നു. ഓരോരുത്തരും അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നു. എന്നാൽ തൻ്റെ വിശ്വാസം മാത്രമേ ഇവിടെ വേണ്ടൂ, മറ്റ് വിശ്വാസങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മറ്റ് വിശ്വാസികൾക്ക് നേരെ വിരോധം സൃഷ്ടിക്കുന്നു, ആക്രമിക്കുന്നു. എല്ലാം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ നടക്കില്ലേ? ആ അവസ്ഥ ഇങ്ങോട്ട് വരണോ? നമ്മളിലേക്ക് വരണോ? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. നാം സ്വീകരിക്കുന്ന നിലപാട് ഈ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതാകരുത്. ഈ ശക്തികൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടാൽ നാടിനാപത്താണ്. നമുക്ക് തന്നെ നാം വരുത്തിവെക്കുന്ന ആപത്തായി മാറും. ഇന്ന് കാണുന്ന സാഹോദര്യ ബന്ധം നശിക്കും. പകരം വലിയ തോതിലുള്ള ശത്രുത വളർന്നു വരും.
പലയിടങ്ങളിലും കേൾക്കുന്ന അപമാനകരമായ ദുഃഖകരമായ സംഭവങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് വരും. 10 വർഷമായി കേരളം വർഗീയ സംഘർഷത്തിൽ നിന്നും വർഗീയ കലാപത്തിൽ നിന്നും മോചനം നേടി നിൽക്കുന്നു. ഇവരെ സ്വീകരിച്ചാൽ നാടിൻ്റെ അന്തരീക്ഷം പോകും, അന്തരീക്ഷം ആപൽക്കരമാകും. നമുക്ക് ശാന്തി വേണം, സമാധാനം വേണം. നമ്മുടെ ജീവിതം ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കണം. എല്ലാ മതസ്ഥർക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാനാവണം. നമ്മൾ കുറച്ച് നാൾ മുൻപ് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. എല്ലാവരും ആഘോഷത്തിൽ പങ്കെടുത്തു. അതാണ് കേരളത്തിൻ്റെ സംസ്കാരം. പല വീടുകളിൽ അന്ന് ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. അതാണ് കേരളം. ഇനി ഈസ്റ്റർ വരുന്നു. എല്ലാ വീടുകളിലും ഈസ്റ്ററിൻ്റെ സന്ദേശം വരുന്നു. എല്ലാവരും അതിൻ്റെ ഭാഗമായി മാറുന്നു. അതാണ് കേരളത്തിൻ്റെ സംസ്കാരം. ഓണവും വിഷുവും, ഓണം പൊതുവിൽ നാം ആഘോഷിക്കുന്നു, ആചരിക്കുന്നു. എല്ലാവരും അതിൻ്റെ ഭാഗമായി മാറുന്നു. ഇതാണ് കേരളം, ഇതാണ് നമ്മുടെ നാട്. ഈ നാട് ഇതേ രീതിയിൽ നിലനിൽക്കണ്ടേ? ആ നിലനിൽക്കുന്നതിന് ആപത്ത് വരുത്തുന്ന ഒരു വിഭാഗത്തെയും പ്രോത്സാഹിപ്പിച്ചുകൂടാ. ആ ധാരണ നമുക്ക് നല്ല നിലക്കുണ്ടാവണം. പലതരത്തിലുള്ള മാരീച വേഷം കെട്ടിക്കൊണ്ടാണ് വരിക. ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ആ മാരീച വേഷത്തിൽ പല വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞു എന്ന് വരും. അതിലും വിശ്വസിച്ചു പോകരുത്. നമ്മുടെ അനുഭവം അതായിരിക്കണം നമ്മുടെ ഗുരു. നമ്മുടെ അനുഭവം നമുക്കുണ്ട്. ആ അനുഭവം നമ്മളെ ചതിക്കില്ല. ഇതേവരെ നാടിൻ്റെ കൂടെ LDF ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളെ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും വിശ്വസിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ മുന്നേറുന്നത്. ഒരാശങ്കയും LDFനില്ല. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളെ പ്രതിനിധീകരിച്ച് നല്ല മികവാർന്ന രീതിയിൽ പ്രവർത്തിച്ച, മന്ത്രിസഭയിൽ നല്ല തരത്തിൽ സംഭാവനകൾ ചെയ്ത, തന്നെ ഏൽപ്പിച്ച വകുപ്പുകൾ ഭംഗിയായി ആ ചുമതലകൾ നിറവേറ്റിയ സഖാവ് ശിവൻകുട്ടിയെ തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ശിവൻകുട്ടിയെ വിജയിപ്പിച്ചയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.